ഞാനപ്പോൾ എൻ്റെ നാട്ടിലിടുന്ന മെഹന്തി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം. അപ്പം നല്ല ഒറ്റ യൂസ് തന്നെ നല്ല ഡാർക്കായിട്ട് കിട്ടാറുണ്ട് കേട്ടോ എനിക്ക്. അതിന് ഞാനിവിടെ നല്ല ബെല്ല് എടുത്തിട്ടുണ്ട്. കറുത്ത ബെല്ലം തന്നെ നോക്കി വാങ്ങിക്കാൻ നോക്കാം കേട്ടോ. അത് ഞാൻ ഒന്ന് മിക്സിയിലിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ഞാൻ ചായപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു 3 സ്പൂണോളം ചായപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ചെറിയ ജീരകവും വലിയ ജീരകമാണ് ഇടുന്നത്. ഇതിലേക്ക് ഞാൻ കാപ്പിപ്പൊടിയൊക്കെ മിക്സ് ചെയ്യാറുണ്ട്. കാപ്പിപ്പൊടി എൻ്റെ ഇല്ലാത്തതുകൊണ്ട് ഇപ്രാവശ്യം ഇട്ടിട്ടില്ല കേട്ടോ. അപ്പം ഇതിലേക്ക് 2 ടീസ്പൂണാണ് ചെറിയ ജീരകവും വലിയ ജീരകവും എടുത്തിട്ടുള്ളത്. പിന്നെ ഞാൻ ഇതെങ്ങനെ വെക്കുന്നതെന്നുള്ള വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അതെൻ്റെ ഇത് മിസ്സായിപ്പോയി. ഞാനൊരു പഴയ കുക്കറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ അടിയിലേക്ക് ഈ ഞാൻ മിക്സ് ചെയ്ത് വെച്ചത് ഇട്ട് കൊടുത്തിട്ട് മേലെ ഒരു ഗ്ലാസ് വെച്ച് ഈ കുക്കർ അടഞ്ഞു നിൽക്കുന്ന പാകത്തിന് ഒരു പാത്രം മേലെ വെച്ച് അതിൽ കുറച്ച് വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ഈ രീതിക്കാണ് ഉണ്ടാവുക. അടിയിൽ ഞാൻ മിക്സ് ചെയ്ത് വെച്ചതും അതിൻ്റെ മേലെ ഗ്ലാസ് ആയിട്ടാണ് കേട്ടോ. അപ്പോൾ മേലത്തിൽ ഐസ് ഇട്ട് വെച്ചാൽ നല്ലോണം വെള്ളം കിട്ടാറുണ്ട്. ഞാൻ ഐസൊന്നും ഇടാണ്ട് തന്നെ എനിക്ക് കിട്ടാറുണ്ട്. അതുകൊണ്ട് ഞാൻ ഇപ്രാവശ്യം അങ്ങനെ ഇട്ടിട്ടില്ല കേട്ടോ. നല്ല ഡാർക്ക് കളർ വെള്ളം തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഞാൻ മൈദപ്പൊടി കൂടി മിക്സ് ചെയ്തിട്ട് ആണ് ഇടാറ് കേട്ടോ. അപ്പം മൈദപ്പൊടിയും ഗോതമ്പൊടിയും ആണെങ്കിലും ഇടാം. ഞാൻ എപ്പോഴും മൈദ തന്നെയാണ് യൂസ് ചെയ്യാറ്. അഥവാ മൈദപ്പൊടി ഇല്ലെങ്കിലും മാത്രമാണ് ഗോതമ്പൊടി മിക്സ് ചെയ്യാറുള്ളൂ കേട്ടോ. നല്ലോണം തന്നെ ഒറ്റ യൂസ് തന്നെ നല്ലോണം ഡാർക്കായിട്ട് തന്നെ കിട്ടാറുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ.